ഭഗവാന്റെ പാതി എന്താണ്? നമ്മൾ പഠിച്ചതെല്ലാം ആ എക്സാം ഹാളിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഓർമ്മപ്പെടുത്തി തരിക എന്നുള്ളതാണ് ഭഗവാന്റെ പാതി. അതിനെ ഭഗവാൻ പ്രസാദിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം ഇപ്പൊ ഫൈനൽ എക്സാമിന്റെ തിരക്കാണ്. ഒരുപാട് ചേച്ചിമാര് നിരന്തരം എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം കിട്ടാനും അതുപോലെ തന്നെ പഠിച്ചതെല്ലാം ഓർമ്മ കിട്ടാനായിട്ട് എന്താണ് ഗുരുവായൂരപ്പനെ കൊടുക്കേണ്ട വഴിപാടെന്ന് ഒരുപാട് ചേച്ചിമാർ നിരന്തരം എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മുടെ എല്ലാം ആശങ്ക എന്നുള്ളത് നമ്മുടെ മക്കൾ തന്നെയാണ്. അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാനായിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുക. അപ്പൊ ആ ചേച്ചിമാരുടെ സങ്കടം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഭഗവാനെ കൊടുക്കേണ്ട വഴിപാട് എന്നുള്ളത് എനിക്ക് ആദ്യം മക്കളോടാണ് പറയാനുള്ളത്. എൻ്റെ അച്ഛനും അമ്മയും കൃഷ്ണ ഭക്തരാണ്. അതുകൊണ്ട് എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഭഗവാൻ നോക്കിക്കോളും എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് ഒന്നും നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒന്നും നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഭഗവാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കഠിനമായിട്ട് അധ്വാനിക്കുക എന്നുള്ളതാണ്. നമ്മുടെ അധ്വാനത്തിന് ഫലം തരുന്നത് ആരാണ്? ഭഗവാനാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അച്ഛനമ്മമാർ എന്നോട് ചോദിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ എത്രത്തോളം സങ്കടം ഉണ്ടായിട്ടായിരിക്കാം, അവരുടെ ഉള്ളിൽ എത്രത്തോളം ആശങ്കയുണ്ടായിട്ടായിരിക്കാം അതെന്നോട് ചോദിക്കുന്നുണ്ടാവുക. തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് കഠിനമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതിന് ആ പഠിച്ച കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ആരാണ്? ഭഗവാൻ. ആ ഭഗവാൻ താൻ പാതി ദൈവം പാതി എന്നുള്ളതാണ്. നമ്മുടെ പാതി എന്താണ്? നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ബാക്കി ഭഗവാനെ വിട്ടുകൊടുക്കുക. ഭഗവാന്റെ പാതി എന്താണ്? നമ്മൾ പഠിച്ചതെല്ലാം ആ എക്സാം ഹാളിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഓർമ്മപ്പെടുത്തി തരിക എന്നുള്ളതാണ് ഭഗവാന്റെ പാതി. അതിനെ ഭഗവാൻ പ്രസാദിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. പിന്നെ ഭഗവാനെ പ്രസാദിപ്പിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കാതിരിക്കുന്ന സമയത്ത് ഒരു 5-10 മിനിറ്റ് കണ്ണുകൾ അടച്ചിട്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പഠിക്കുക. ശേഷം ഗുരുവായൂർ പോകുന്ന സമയത്ത് ഭഗവാൻ ഗുരുവായൂരപ്പൻ വെണ്ണക്കുതിയനാണ്, വെണ്ണപ്രിയനാണ് ഭഗവാൻ. ഭഗവാൻ ഒരു തൃക്കൈ വെണ്ണ സമർപ്പിക്കുക, ഒരു തുളസിമാല സമർപ്പിക്കുക. ഭഗവാൻ ഇഷ്ടമുള്ള ഏത് വസ്തുവും നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും. വിദ്യാഗോപാലാർച്ചന ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം തന്നെ ഉയർന്ന പഠനം നേടിയെടുക്കാനും നമ്മൾ പഠിച്ചതെല്ലാം ഓർമ്മയിൽ വരാനുമായിട്ട് സാധിക്കും. നല്ല രീതിയിൽ പഠിക്കുക. പഠിക്കാതെ ഭഗവാൻ നമ്മളെ സംരക്ഷിക്കാനായിട്ട് എത്തില്ല എന്നുള്ളതാണ്. നല്ല രീതിയിൽ നമ്മൾ പഠിക്കുക. നല്ല വിജയം കൈവരിക്കാനായിട്ട് സാധിക്കട്ടെ.